ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിൽ ഒരു രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിതൊരു വലിയൊരു ടോപ്പിക്കാണ്. കാരണം നമ്മളൊരു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സൈഡിൽ നമ്മൾ യൂസറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്തിട്ട് ആ സെൻഡ് ചെയ്യുമ്പോൾ ആ സെർവറിൽ അവിടെ റിസീവ് ചെയ്യാനുള്ള ഒരു സർവീസ് അവിടെ വേണം. ആ സർവീസ് ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കും. അപ്പം എന്ത് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻ അതിൻ്റെ റെസ്പോൺസ് എടുത്തിട്ട് യൂസർക്ക് സക്സസ് ആണോ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫെയിൽ ആണോ എന്നുള്ളത് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ലോഗിൻ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ആൻഡ്രോയിഡിൽ ഇൻ്റർഫേസ് ഉണ്ടാക്കണം. പിന്നെ ഈ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള വാല്യൂ നമ്മൾ സെർവറിലുള്ള ഒരു സർവീസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. ആ സർവീസ് എന്ത് ചെയ്യും, ഡാറ്റാബേസിലുള്ള വാല്യൂനിട്ട് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു യൂസർ ഉണ്ടോ ഇല്ല എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ ഒരു വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുക, മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡിസൈനും കോഡിങ്ങും കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളെ വെബ് സർവീസും അതേപോലെ ഡാറ്റാബേസും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ലോഗിൻ എക്സാമ്പിൾ നമ്മൾ ഇതിൻ്റെ പേര് കൊടുക്കുക. രജിസ്റ്റർ ലോഗിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു ഞാൻ. ഓക്കെ, രജിസ്റ്റർ ലോഗിൻ എക്സാമ്പിൾ. ഓക്കെ, അത് കൊടുത്തു, നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ ആപ്പ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ജാവ ആക്ടിവിറ്റി ഉണ്ട്, അതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള XML-ഉം നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ XML എടുക്കുക, ജൻ എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ അതിൽ ഡിഫോൾട്ട് ഒരു കൺട്രോൾ ഉണ്ട്, ടെക്സ്റ്റ് വ്യൂ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേഔട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലോഗിൻ്റെ ടെക്സ്റ്റ് യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള, അതേപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള, അതേപോലെ 2 ബട്ടൺ ലോഗിനും സൈനപ്പും ചെയ്യാനുള്ള ആ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ നമ്മൾ പാസ്വേഡ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, പാസ്വേഡ് സെലക്ട് ചെയ്തു, പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കൺട്രോളും നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. അത് നമ്മൾ ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 ബട്ടൺ ആണ് ഇനി വരാനുള്ളത്. ഒന്ന് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ബട്ടണും, അതേപോലെ രണ്ടാമത്തത് നമുക്ക് എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യാനുള്ള ബട്ടണും. ഓക്കെ, അപ്പോൾ ലോഗിൻ ബട്ടൺ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, സൈനപ്പ് ബട്ടണും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈൻ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, TXT യൂസർ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, TXT യൂസർ നെയിം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ മാറ്റുകയാണ്. ടെക്സ്റ്റ് നമുക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഹിൻഡ് കൊടുക്കുക. ഓക്കെ, ഹിൻഡ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് വിളിച്ചാൽ നമുക്ക് ഹിൻഡ് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, യൂസർ നെയിം ഓർ ഇമെയിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഓക്കെ, യൂസർ നെയിമാണ് നമ്മളിവിടെ കൊടുത്തത്, അത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈൻഡിങ് നമുക്ക് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ കൺട്രോൾസിൻ്റെ ഒക്കെ ID നമ്മൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്, പാസ്വേഡ് ഫീൽഡാണ്. അതിനെന്ത് ചെയ്തു, നമ്മൾ TXT പാസ്വേഡ് എന്ന് കൊടുത്തു. അതേപോലെ നമുക്കതിന് ഹിൻഡ് കൊടുക്കണം. ഹിൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഉണ്ടാവും, ഹിൻഡ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്തു, പാസ്വേഡ്. ഓക്കെ, പാസ്വേഡും കൊടുത്തു. അപ്പോൾ നമ്മൾ ഹിൻഡ് കൊടുത്തു. അതേപോലെ ഇനി അടുത്ത ബട്ടൺ നമ്മൾ കൊടുക്കുകയാണ് BTN ലോഗിൻ അല്ലേ, BTN ലോഗിൻ നമ്മൾ കൊടുത്തു. അതിൻ്റെ ടെക്സ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ലോഗിൻ ആക്കി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, BTN സൈൻ അപ്പ് അല്ലേ,
ബി ടി എൻ സൈനപ്പ് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, സൈനപ്പ് എന്നാക്കി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്റർഫേസ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ ഇന്റർഫേസ് നമ്മൾ ചെയ്തു. ഇനി ബൈൻഡ് ചെയ്യാണ്. ഫസ്റ്റ് കൺട്രോളറിനെ നമ്മൾ പിടിച്ചിട്ട് ടോപ്പ് ബൈൻഡ് ചെയ്തു, അതേപോലെ ലെഫ്റ്റ് ബൈൻഡ് ചെയ്തു, അതേപോലെ റൈറ്റ് ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് കൺസ്ട്രെയിൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതെന്തായി, വിഡ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റായി. ഇനി നമ്മൾ ഈ കൺട്രോളിന് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലെഫ്റ്റ്, ഇവിടെ ആൾറെഡി ഉണ്ട്, ഡിലീറ്റ് ചെയ്യുക. ഇതിൻ്റെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കൺട്രോളിൻ്റെ ലെഫ്റ്റിലേക്ക് സെറ്റ് ചെയ്തു. അതേപോലെ ഇവിടുത്തെ റൈറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കൺട്രോളിൻ്റെ റൈറ്റിലേക്ക് സെലക്ട് ചെയ്തു. അതേപോലെ ഇതിൻ്റെ ടോപ്പ് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതിലേക്ക് ബൈൻഡ് ചെയ്യിക്കോളും. അതേപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ വിഡ്ത്ത് മാച്ച് കൺസ്ട്രെയിൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് മാച്ച് കൺസ്ട്രെയിൻറ്റ് ആ കൺസ്ട്രെയിൻറ്റിനോട് ഈക്വൽ ആയിട്ട് സെയിം ആയിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെഫ്റ്റ് എന്ത് ചെയ്തു, ഈ തൊട്ട് മുകളിലുള്ള കൺട്രോളിലേക്ക് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ റൈറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ മേലേക്ക് ഉള്ള കൺട്രോളിലേക്ക് കൊടുക്കുക. അതേപോലെ ടോപ്പ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലേഔട്ടിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുക, മാച്ച് കൺസ്ട്രെയിൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ബട്ടൺ ഇത് സെലക്ട് ചെയ്തു. അത് ഡിഫോൾട്ട് ഉള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. നേരെ എന്ത് ചെയ്തു, ഇവിടുന്ന് പിടിച്ചിട്ട് ഇതിലേക്ക് ലെഫ്റ്റ് കൊടുക്കുക. അതേപോലെ റൈറ്റ് എന്ത് ചെയ്യും, തൊട്ട് മുകളിലുള്ള കൺട്രോളിലെ റൈറ്റിലേക്ക് കൊടുക്കുക. ദെൻ ടോപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈൻഡിങ്ങും ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ബൈൻഡിങ്ങും ഡിസൈനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഡിങ് കൊടുക്കണം അല്ലേ. ഈ 4 കൺട്രോളിനെ ആക്സസ് ചെയ്യാൻ ജാവൻ്റെ പാർട്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ കോഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 കൺട്രോൾ ഉണ്ട് അല്ലേ, 2 ടെക്സ്റ്റ് ഫീൽഡും ഉണ്ട്, അതേപോലെ 2 ബട്ടണും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണ്. ഈ സെഷൻ മാനേജർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് പിന്നെ വരാം. ഓക്കെ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് എഡിറ്റ് ടെക്സ്റ്റ്, TXT യൂസർ നെയിം, TXT പാസ്വേഡ് എന്ത് ചെയ്യുക, പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ. അതേപോലെ ബട്ടൺ ഉണ്ട്, BTN ലോഗിൻ ഉണ്ട്, BTN സൈനപ്പ്. ഇനി എന്ത് ചെയ്യണം, ഫൈൻഡ് വ്യൂ ബൈ ഡിജിറ്റ് ഒക്കെ ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, TXT ഫസ്റ്റത്തത് കൺട്രോൾ ആക്സസ് ചെയ്യുക. TXT യൂസർ നെയിം ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ് r.id.txt എന്ത് യൂസർ നെയിം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു, ആ കൺട്രോൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, നമ്മളെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഫീൽഡിലേക്ക് എന്ത് ചെയ്തു, റെഫർ ചെയ്തു അല്ലേ. അതേപോലെ എന്ത് ചെയ്യുക, TXT പാസ്വേഡ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ് r.id.txt എന്ത് പാസ്വേഡ്. അപ്പോൾ രണ്ടാമത്തെ പാസ്വേഡും എന്ത് ചെയ്തു, ബൈൻഡ് ചെയ്തു. ഇനി BTN ലോഗിൻ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ് r.id.btn ലോഗിൻ. ഓക്കെ, അതും നമ്മൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, BTN സൈനപ്പ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ് r.id. എന്ത് ചെയ്യുക, BTN സൈനപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺസും നമ്മൾ എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത് റെട്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ റെട്രോഫിറ്റ് ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൂടി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റ് പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തു. ദെൻ നമ്മൾ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോട്ട് ഫയൽ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏതൊരു ഇതിനും നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെർമിഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ആപ്പിലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഈ പെർമിഷൻ നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ഓരോ ആപ്പിനും ഇത് ഇൻ്റർനെറ്റിന് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആ ഫയലിൻ്റെ റീഡിങ് പെർമിഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡിൽ അങ്ങനെ വേണ്ടല്ലേ പെർമിഷൻസ് നമുക്ക് കൊടുക്കാനുള്ള ഫയലാണ് എന്ത്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ലൈബ്രറി ഏതാണ്? റെട്രോഫിറ്റ് അല്ലേ? അപ്പോൾ റെട്രോഫിറ്റ് ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യാണ്, അതും കൂടി നമുക്ക് ഇതിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റെട്രോഫിറ്റ് ലൈബ്രറി നമ്മൾ അതിൻ്റെ രണ്ട് ഇതുണ്ട് ഇംപ്ലിമെൻറ്റേഷനിൽ. ഒന്ന് നമ്മൾ ജേസൺ കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ അടുത്തത് റെട്രോഫിറ്റ് കോളിങ്ങിന് വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഡിൽ കേട്ടോ, ഗ്രാഡിൽ സ്ക്രിപ്റ്റിൽ തൊട്ട് താഴെ ഉണ്ടാവും ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ ആൾറെഡി കുറേ ലൈബ്രറീസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സെലക്ട് ചെയ്ത ലൈബ്രറിയും കൂടി നമ്മൾ കൊടുക്കുക. റെട്രോഫിറ്റ് ആണ്, അതിൻ്റെ ജേസൺ കൺവേർട്ടർ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സിങ്ക് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ സിങ്ക് ചെയ്യാണ് ഇൻ്റർനെറ്റിൽ നിന്ന് ആ വേണ്ട ലൈബ്രറി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ റെട്രോഫിറ്റ് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഓക്കെ, അതാണ് റെട്രോഫിറ്റ് ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെത്തേഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഡിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് സിങ്ക് നൗ അടിച്ചാൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗിൻ അതേപോലെ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കണം. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഫോം അല്ല, ഇത് നമുക്ക് എന്താണ്, ലോഗിൻ ചെയ്യാനുള്ള ഫോമാണ്. ഓക്കെ, അതേപോലെ സൈനപ്പ് ചെയ്യാൻ വേറൊരു ഫോമിലാണ് നമ്മൾ ചെയ്യുക, അത് നമുക്ക് രണ്ടാമത് വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലോഗിൻ ചെയ്യാനുള്ള കോഡ് നമ്മൾ എങ്ങനെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ സൈൻ ഇൻ എന്ന മെത്തേഡ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. അത് നമുക്ക് അതിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഓൺ ക്രിയേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യാണ്. ഓക്കെ, കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുമില്ല, ജസ്റ്റ് ഒരു മെത്തേഡാണ്, ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈൻ ഇൻ മെത്തേഡിൽ ഫസ്റ്റ് നമുക്ക് വരേണ്ടത് എന്താ, ഫസ്റ്റ് വരുന്നത് നമ്മൾ സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഗ്രസ് കാണിക്കണം അല്ലേ. ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് യൂസറിന് പ്ലീസ് വെയിറ്റ് അല്ലേ, പ്ലീസ് വെയിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പ്രോഗ്രസ് ഡയലോഗ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബട്ടൺ ഈ മെത്തേഡിലേക്ക് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ യൂസറിന് ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ലോഗിൻ സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അവിടെ തിരിച്ച് ഡാറ്റ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രോഗ്രസ് ഡയലോഗിനെ ക്ലോസ് ചെയ്യുള്ളൂ. ഓക്കെ, ഡിസ്മിസ് എന്ന് പറയും കേട്ടോ, പ്രോഗ്രസ് ഡയലോഗിനെ ഡിസ്മിസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താ, നമ്മൾ ഇമെയിൽ യൂസർ നെയിമാണ് നമ്മൾ പേര് കൊടുത്ത ഇമെയിൽ. ഓക്കെ, ഇമെയിൽ ഈക്വൽ ടു txt യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഫീൽഡിൽ എൻ്റർ ചെയ്ത വാല്യൂ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇമെയിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, പാസ്വേഡ് txt പാസ്വേഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൽ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ത് ചെയ്തു, പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇട്ടിട്ട് അതിലേക്കും സ്റ്റോർ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ രണ്ട് വാല്യൂ പാസ്വേഡിലും യൂസർ നെയിമിലും നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വാല്യൂ നമുക്ക് രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്ത്, യൂസിങ് എന്ത്, റെട്രോഫിറ്റ് ലൈബ്രറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. 2-3 ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കണം. അതാണ് ശരിക്കും എന്ത്, ഈ API അതേപോലെ API ഇന്റർഫേസ് അതേപോലെ കോമൺ URL എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു API എന്ന് പറഞ്ഞ ക്ലാസ് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. ആ API ക്ലാസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാക്കേജിൽ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂല് ജാവ ക്ലാസ് കേട്ടോ, ജാവ ക്ലാസ് മതി, പ്ലെയിൻ ജാവ ക്ലാസ്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്തു, API എന്ന് പറഞ്ഞ വേണ്ടി ഞാൻ കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു. അപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ്സിൽ API എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഒരു ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ആ സെർവർ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതിലൂടെ, API എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലൂടെ. അപ്പൊ നമുക്ക് ഈ API ക്ലാസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ API ഇന്റർഫേസ് എന്ന ക്ലാസ്സും വേണം, കോമൺ URL എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും വേണം. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടി ഉണ്ടാക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോമൺ URL എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അത് കൊടുത്തു. അത് ജസ്റ്റ് അതിന്റെ വേരിയബിൾസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, അത് അവിടെ ഉണ്ടാക്കിയിട്ടു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, API ഇന്റർഫേസ് പറഞ്ഞിട്ടുള്ള ഒരു എന്തും കൂടി വേണം, ഒരു ഇന്റർഫേസ് ആണ്, അത് ക്ലാസ് അല്ല, അത് ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂന്ന് ജാവ ക്ലാസ് എടുക്കുക. അതില്
നമുക്ക് ടൈപ്പ് ഉണ്ട് അവിടെ കൈൻഡ് ഇന്റർഫേസ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, API ഇന്റർഫേസ് എന്ന പേരും കൊടുത്തു. ഓക്കെ, അപ്പോൾ അതും ഉണ്ടാക്കി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോമൺ URL എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർവർ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സെർവറിന്റെ URL നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെർവറിന്റെ URL എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ് സെർവർ ഏതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഏതാണ് അതിന്റെ URL ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, ഒരു സ്റ്റാറ്റിക് വേരിയബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, വെബ് സർവീസ് ആപ്പ് എന്ന് പറഞ്ഞാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇത് കൊടുത്തു. ഓക്കെ, അഥവാ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ സിസ്റ്റത്തിന്റെ IP ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ സിസ്റ്റത്തിന്റെ IP ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് IP കോൺഫിഗ് അടിച്ചാൽ മതി. ഓക്കെ, IP കോൺഫിഗ് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഏതാണ് IP എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് IP ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ IP എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യാണ്, എഡിറ്റിൽ കോപ്പി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, IP കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇത് നമ്മുടെ സെർവർ റൺ ചെയ്യുന്ന പോർട്ടാണ്. പിന്നെ ഇത് നമ്മളെ വെബ് ആപ്ലിക്കേഷന്റെ പേരാണ്. ഓക്കെ, അതിനെ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കാൻ കാരണം നമുക്ക് ഏത് ക്ലാസ് ഒന്നും ഇനി ബേസ് URL എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു URL നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ URL അത്രേ ഉള്ളൂ, അത് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കൊടുക്കേണ്ടത് API ഇന്റർഫേസ് പറഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, API ഇന്റർഫേസിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് രണ്ട് മെത്തേഡാണ് ഇതിലുള്ളത്. ഒന്ന് ലോഗിൻ ചെയ്യാനും രണ്ടാമത്തത് രജിസ്റ്റർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ രജിസ്ട്രേഷനിൽ അഥവാ നമ്മളെ രജിസ്ട്രേഷൻ ടേബിളിലുള്ള ഫീൽഡുകളാണ് നമുക്കിത്. ഒന്ന് നെയിം ഉണ്ട്, ഒന്ന് പ്ലേസ് ഉണ്ട്, ഒന്ന് ഇമെയിൽ ഉണ്ട്, ഒന്ന് പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ശരിക്കും നമ്മളെ സെർവറിലുള്ള ഡാറ്റാബേസിന്റെ ഫീൽഡാണ്. സെർവറിൽ നമുക്ക് എന്തുണ്ട്, ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാവും. അതിൽ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, പ്ലേസ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, ഇമെയിൽ എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇത്തരം ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏതിലൂടെ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ. അപ്പൊ നമ്മൾ ഇവിടെ സെർവറിൽ നമ്മൾ എഴുതിയിട്ടുള്ള പേജിന്റെ പേരാണ് അല്ലെങ്കിൽ സർവീസിന്റെ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. എന്ത്, രജിസ്ട്രേഷൻ സർവീസ് .jsp. ഞാനിതിൽ ജാവയിലാണ് അല്ലെങ്കിൽ JSP-യിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ PHP-യിൽ ചെയ്യുക, ASP-യിൽ ചെയ്യുക, പൈത്തണിൽ ചെയ്യുക, ആർക്കും അവരുടേതായ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എന്ത് ഫോർമാറ്റിലാണ്, എൻകോഡിങ് ഫോർമാറ്റിൽ. അഥവാ ഈ ഒരു അനോട്ടേഷൻ കൊടുക്കണം കേട്ടോ, അനോട്ടേഷന്. പിന്നെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ അനോട്ടേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. അഥവാ പോസ്റ്റ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടും എന്ത് ചെയ്യുക, നമുക്ക് സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുക. ഇവിടെ ശരിക്കും വരുന്നത് ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡുകൾ അങ്ങോട്ട് സെർവറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആ പാസ് ചെയ്യുന്ന വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് മെത്തേഡ് നമുക്ക് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ കണ്ടോ, ഇത് എന്തൊക്കെയാണ് ഈ ഫീൽഡിന്റെ പേര് എന്നുള്ളത് കൊടുക്കാണ്. അറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡ് നെയിമുകൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെർവറിലേക്ക് ഈ ഒരു പേജിലേക്ക് നമുക്ക് ഇത്രയും ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള മെത്തേഡ് ഇത്രയും മതി. അതേപോലെ ലോഗിൻ സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോം URL എൻകോഡഡ് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, ഇമെയിലും പാസ്വേഡും ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി നമ്മൾക്ക് എന്ത്, ലോഗിൻ സർവീസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്ത യൂസർ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് തരുന്നുണ്ട് സെർവർ. ഓക്കെ, അതേപോലെ ലോഗിൻ ചെയ്താലും ആരാണ് ലോഗിൻ ചെയ്തെന്നുള്ള ഡാറ്റ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിവിടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഈ സൈനപ്പ് റെസ്പോൺസ് പറഞ്ഞിട്ടുള്ള ക്ലാസ് കേട്ടോ. സൈനപ്പ് റെസ്പോൺസ് എന്ന ക്ലാസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ജാവ ക്ലാസ് ആണ്. ഓക്കെ, ആ ജാവ ക്ലാസ്സിൽ എന്തൊക്കെ ഫീൽഡ് ഉണ്ടാവും, നമ്മളെ ടേബിളിൽ എന്തൊക്കെ ഫീൽഡ് ഉണ്ടോ ആ ഫീൽഡ് മൊത്തം അതിലുണ്ടാവും. അഥവാ നമ്മുടെ ടേബിളിലുള്ള ഫീൽഡുകൾ എത്രയാണ്, നെയിം ഉണ്ട്, പ്ലേസ് ഉണ്ട്, ഇമെയിൽ, പാസ്വേഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ എന്ത് ചെയ്യുക, ജാവ ക്ലാസ് ഉണ്ടാവും. ജാവ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, സൈനപ്പ് റെസ്പോൺസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓക്കെ അടിക്കുക.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ എന്തൊക്കെ ഫീൽഡുകൾ നമ്മൾ പറയണം, ടേബിളിലുള്ള ഫീൽഡുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തു, സ്ട്രിങ് നെയിം അല്ലേ, സ്ട്രിങ് നെയിം ഉണ്ട്. അതേപോലെ നമുക്ക് എന്തുണ്ട്, പ്ലേസ് ഉണ്ട്, പ്ലേസ് നമ്മൾ കൊടുക്കുക, അതും കൊടുത്തു. പിന്നെ നമുക്ക് എന്തുണ്ട്, പിന്നെ ഇമെയിൽ പാസ്വേഡ് അല്ലേ, സ്ട്രിങ് ഇമെയിൽ അല്ലേ, ഇമെയിൽ പിന്നെ സ്ട്രിങ് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയും ഫീൽഡുകൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതിന് ഓരോ ഫീൽഡിന് നമ്മൾ ഗെറ്റർ സെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫീൽഡ് ഉണ്ട്. സെറ്റർ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിലേക്ക് പുറത്തുനിന്ന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ, ഗെറ്റർ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന്റെ വാല്യൂ പുറത്തേക്ക് എന്ത് ചെയ്യാണ്, വേറെ എവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനാണ് ഗെറ്റർ യൂസ് ചെയ്യുക. അപ്പൊ അത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ജനറേറ്റ് ഉണ്ടാവും. ജനറേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റർ ആൻഡ് സെറ്റർ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, കൺട്രോൾ എ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. മൗസ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പൊ കണ്ടോ, ഓരോന്നും നമുക്ക് ഓരോ ഫീൽഡിനും ഗെറ്റും ഇതുണ്ട്, ഗെറ്റ് നെയിം, അതേപോലെ സെറ്റ് നെയിം, അതേപോലെ ഗെറ്റ് പ്ലേസ്, സെറ്റ് പ്ലേസ്, അങ്ങനെ ഓരോ ഫീൽഡിനും എന്തുണ്ടാവും, മെത്തേഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇവിടുത്തെ എററൊക്കെ പോയി. അപ്പൊ നമ്മൾ API ഇന്റർഫേസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ടും നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. കോമൺ URL ആദ്യം കൊടുത്തു, API ഇന്റർഫേസ് രണ്ടാമത് കൊടുത്തു. ഇനി നമ്മൾ API എന്ന് പറഞ്ഞ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. അവിടുത്തെ ഓൾറെഡി അത് കംപ്ലീറ്റ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് API ഇന്റർഫേസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കണ്ടോ, കോമൺ URL ഡോട്ട് ബേസ് URL, അഥവാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബേസ് URL ഏതാണ്, ഇതാണ് ബേസ് URL അല്ലെ, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക്, അതാണ് സെറ്റ് എൻഡ് പോയിന്റ്സ് പറഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് മൊത്തം ഇനി ഈ സെർവറിലേക്ക് കയറാം, അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടെ നമ്മൾ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലോഗിൻ എന്ന് പറഞ്ഞ സർവീസിനെ അല്ലെങ്കിൽ ഈ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പൊ അത് വന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി അപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ എററൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പല രീതിയിൽ അവിടെ നിന്ന് വരുന്ന മെസ്സേജസിനെ, അവിടെ നിന്ന് വരുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, റിസീവ് ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കൂടി നമ്മൾ ആ റെസ്പോൺസ് ക്ലാസ്സിൽ കൊടുക്കുകയാണ്. ആ റെസ്പോൺസ് ക്ലാസ് എടുക്കുക, നമ്മൾ എന്ത് ചെയ്തു, ഒരു MSG കേട്ടോ, മെസ്സേജ് അല്ല MSG. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, നമുക്ക് ആ ലോഗിൻ സക്സസ് ആണെങ്കിൽ, യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ സക്സസ് ആണെങ്കിൽ ഈ MSGയിൽ എന്തുണ്ടാവും, സക്സസ് ഉണ്ടാവും. അതല്ല അത് ഫെയിൽ ആണെങ്കിലോ, അതിൽ ഫെയിൽ എന്നുണ്ടാവും. അതും കൂടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെസ്സേജ് MSG എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുക. നമുക്ക് പല രീതിയിൽ ചെയ്യാതെ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് വാല്യൂ കൊടുത്തിട്ട് ചെയ്യാന്ന് മാത്രം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, അതിനുള്ള ഗെറ്ററും സെറ്ററും കൂടി ഉണ്ടാക്കണം. അപ്പൊ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, ഗെറ്റർ ആൻഡ് സെറ്റർ എടുക്കുക. ആ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതും ഉണ്ടായി. ഇനി നമ്മൾ എന്ത് ചെയ്ത് എടുത്തു നോക്കുക. അപ്പൊ ഇതാണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഉള്ളിൽ സൈനിനിൽ നമ്മൾ ജസ്റ്റ് അതിനെ കോൾ ചെയ്താൽ മതി. API ഡോട്ട് ഗെറ്റ് ക്ലയന്റ് ഡോട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലേക്കാണ് വന്നത്. ഇതാണ്ടോ, ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇമെയിലും നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു, പാസ്വേഡ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. തിരിച്ചു വരുന്ന റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, സൈൻ അപ്പ് റെസ്പോൺസ് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് തിരിച്ച് അവിടുന്ന് സെർവറിൽ നിന്ന് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ സെർവറിലേക്ക്, ആ APIയിലേക്ക് നമ്മൾ ഇമെയിലും പാസ്വേഡും സെൻഡ് ചെയ്ത് കൊടുത്ത് അവിടുന്ന് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, സെർവറിന്റെ റെസ്പോൺസ് കഴിഞ്ഞ് വന്നാൽ നമ്മൾ വരുന്ന മെത്തേഡാണ് ഇത്, സക്സസ് എന്ന മെത്തേഡിലേക്കാണ് വരിക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇതിലേക്കാണ് വരിക. അപ്പൊ നമ്മൾ സക്സസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കുകയാണ്. ഓക്കെ, സക്സസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഇമെയിൽ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ലോഗിൻ റെസ്പോൺസ് അല്ലെ, ലോഗിൻ റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് MSG ഡോട്ട് ഈക്വൽസ് ഓഫ് സക്സസ്, അഥവാ സെർവർ എന്ത് ചെയ്യും, ലോഗിൻ സക്സസ് ആണെങ്കിൽ ഈ MSG എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്ത് ചെയ്യും, ഒരു സക്സസ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിങ്ങോട്ട് തിരിച്ചു വിടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്താൽ മതി സക്സസ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ സക്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോം പേജിലേക്ക് പോവാം അല്ലെ. സക്സസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഹോം പേജിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ഹോം ആക്ടിവിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക,
എന്നിട്ട് ന്യൂവിൽ എന്ത് ചെയ്യുക, ജാവ ക്ലാസ്, അതിലെന്ത് ചെയ്യുക നമുക്ക് ഹോം ആക്ടിവിറ്റി. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ആക്ടിവിറ്റി, ജസ്റ്റ് നമുക്ക് സോറി ക്ലാസ് അല്ല കേട്ടോ, ഹോം ആക്ടിവിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ഉണ്ടാക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് ന്യൂവിൽ എന്ത് ചെയ്യുക ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യുക എം ടി ആക്ടിവിറ്റി. ഓക്കെ, അതിലെന്ത് ചെയ്യുക നമുക്ക് ഹോം ആക്ടിവിറ്റി എന്ന് തന്നെ നമ്മൾ പേര് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഫിനിഷ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഹോം പേജിൽ നമുക്കൊരു വെൽക്കം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുക. ടെക്സ്റ്റ് വ്യൂ നമുക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വ്യൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു വെൽക്കം, എന്തെങ്കിലും ഒരു മെസ്സേജ്, വെൽക്കം യൂസർ എന്നോ പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഒരു ടെക്സ്റ്റ് വ്യൂ ഇടുക. അത് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക 4 സൈഡിക്കും നമ്മൾ ബൈൻഡ് ചെയ്യാണ്. 4 സൈഡിക്കും ഓൾറെഡി ബൈൻഡഡ് ആണ്. ഓക്കെ, നമ്മൾ പിന്നെ എന്ത് ചെയ്യുക അതിൻ്റെ ഐഡിയ ഒന്നും നമുക്ക് മാറ്റേണ്ട, ടെക്സ്റ്റ് ജസ്റ്റ് മാറ്റിയാൽ മതി. വെൽക്കം ഹോം എന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക വെൽക്കം ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുക ഹോം പേജിൽ കേട്ടോ. ഹോം പേജിൻ്റെ ഓക്കെ വെൽക്കം ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ അത് അവിടെ നമുക്ക് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം നമുക്കത് അലൈൻ ചെയ്യണ്ട, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ കേട്ടോ. അതിന് നമുക്ക് ഇവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഗ്രാവിറ്റിന്ന് നമ്മൾ എന്ത് ചെയ്യുക സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി ആ മെസ്സേജ് നമ്മൾ സെൻറ്ററിലേക്ക് വന്നു അല്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. അത് നമ്മൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്തു അത്രയും കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഹോം ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക മെയിൻ ആക്ടിവിറ്റി എടുത്തു നോക്കുക, അവിടെ എറർ പോയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ സക്സസ് ആണെങ്കിൽ ഹോം പേജിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യുക ഹോം പേജിലേക്ക് പോകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇൻഡന്റ് ഐ ഈക്വൽ ടു ന്യൂ ഇൻഡന്റ് ഓഫ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്, അഥവാ ഈ ആക്ടിവിറ്റി പിന്നെ ഏത് ആക്ടിവിറ്റിയിലേക്കാണ് പോകേണ്ടത്, ഹോം ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അത് ആ ഹോം ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്യും പോയിക്കോളും. ഓക്കെ, ഇൻ കേസ് അത് ഫെയിൽ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക ഇൻവാലിഡ്, എന്ത് സക്സസ് അല്ല അവിടുന്ന് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഇൻവാലിഡ് എൽസിലേക്ക് വരും. എൽസിൽ എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു ഇൻവാലിഡ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക എൽസിൽ കൊടുക്കുക. ഓക്കെ, ഇൻവാലിഡ് യൂസർ ഇവിടെ നമുക്കത് കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക സക്സസ് ആണെങ്കിൽ ഓക്കെ സക്സസ് ആയി, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഇൻവാലിഡ് യൂസർ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, ഇൻവാലിഡ് യൂസർ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ഇതാണ് ശരിക്കും എന്ത് ജസ്റ്റ് ഒരു ലോഗിൻ ചെയ്യാനുള്ള പാർട്ട്. ഓക്കെ, അതിനുള്ള മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ കോൾ ചെയ്താൽ മതി. btn ലോഗിൻ ഡോട്ട് എന്ത് സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്റ്റണർ അല്ലേ. അതിൽ എന്നിട്ട് എന്ത് ചെയ്യുക ന്യൂ ഓൺ ക്ലിക്ക് അല്ലേ, ഓ ക്യാപിറ്റൽ കൊടുക്കുക ക്ലിക്ക് അല്ലേ. ഇനി എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഉണ്ടാക്കി വെച്ച മെത്തേഡിനോട് വിളിച്ചാൽ പോരെ സൈൻ ഇൻ അല്ലേ. അപ്പോൾ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡ് വർക്ക് ചെയ്യും. അതിൻ്റെ ബാക്കിയുള്ള സെർവറിലേക്ക് സെൻഡ് ചെയ്യും ഡാറ്റ, അവിടുന്ന് തിരിച്ചു വരുന്ന മെസ്സേജൊക്കെ സക്സസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും എന്ത് ജസ്റ്റ് ഒരു ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കോഡിംഗ് പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ പുതിയൊരു ആക്ടിവിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ രജിസ്റ്റർ ആക്ടിവിറ്റി അല്ലെ, സൈൻ അപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കേട്ടോ, സൈൻ അപ്പ് ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക ഒരു പുതിയ ആക്ടിവിറ്റി ഉണ്ടാക്കുകയാണ്. ന്യൂല് എന്ത് ചെയ്യുക ആക്ടിവിറ്റി എന്ത് ചെയ്യുക എം ടി ആക്ടിവിറ്റി, അതിലെന്ത് ചെയ്തു നമ്മൾ സൈൻ അപ്പ് ആക്ടിവിറ്റി. ഓക്കെ, ഫിനിഷ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്തു സൈനപ്പിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ നമുക്ക് സൈനപ്പിൻ്റെ ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഡിസൈൻ നമുക്ക് കൊടുക്കണം അല്ലെ. ആക്ടിവിറ്റി എടുക്കുക, നമുക്ക് എന്ത് ചെയ്യാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, നെയിം വേണം, പ്ലേസ് വേണം, ഇമെയിൽ വേണം, പാസ്വേഡ് വേണം അല്ലേ. നെയിം, പ്ലേസ്, ഇമെയിൽ, പാസ്വേഡ് അല്ലേ. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സൈനപ്പിൽ നമുക്ക് വരുന്നത് സൈനപ്പിൽ നെയിം വരുന്നുണ്ട്,
പ്ലേസ് വരുന്നുണ്ട്, ഇമെയിൽ വരുന്നുണ്ട്, പാസ്വേഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോന്നും നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാണ്. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഫീൽഡുകൾ ഇടുക കേട്ടോ, പ്ലെയിൻ ടെക്സ്റ്റ് ഇടുക. നമ്മൾ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോ കൺട്രോളും നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ഓക്കെ, അത് കൊടുത്തു. അതേപോലെ എന്ത് ചെയ്യുക, നമുക്ക് നെയിമിനുള്ളത് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസിനുള്ളത് കൊടുക്കുക, അതും നമ്മൾ കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇമെയിൽ കൊടുക്കുക, ഇമെയിൽ ഓർ യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്തു, ഇമെയിൽ കൊടുക്കുക, അതും നമ്മൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, നമ്മൾ പാസ്വേഡ് കൊടുക്കുക. സോറി, പാസ്വേഡ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് അല്ല, പാസ്വേഡ് ഫീൽഡ് തന്നെ കൊടുക്കുക കേട്ടോ. പാസ്വേഡ് ഫീൽഡ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബൈൻഡിങ് ഒന്നും നമുക്ക് വേണ്ട, ബൈൻഡിങ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കൺട്രോള് സെലക്ട് ചെയ്തു, കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്ത് വേണം, ഒരു ബട്ടൺ വേണ്ടേ, സൈനപ്പ് എന്നൊരു ബട്ടൺ വേണം അല്ലേ. സൈനപ്പ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസൈൻ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ID കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, TXT യൂസർ നെയിം, ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക, ID നമ്മൾ മാറ്റുകയാണ്. അതിൽ നമുക്ക് ടെക്സ്റ്റ് എന്ത് ചെയ്യണ്ട, വേണ്ട. നമുക്ക് എന്ത് ചെയ്യുക, അതിന് പകരം നമുക്ക് എന്ത് കൊടുത്തു, ഹിൻഡ്. സോറി, ഇത് യൂസർ നെയിം അല്ല, TXT നെയിം അല്ലേ, TXT നെയിമാണ്. അതേപോലെ നമുക്ക് എന്ത് അതിൻ്റെ പേര് നമുക്ക് മാറ്റി കൊടുക്കാം, ഹിൻഡ് കേട്ടോ, പേരല്ല, ഹിൻഡ്. നെയിം എന്ത് ചെയ്യുക, നമുക്ക് നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ആളെ നെയിം അല്ലേ. അതേപോലെ എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാമത് എന്ത് ചെയ്യുക, പ്ലേസ് അല്ലേ, രണ്ടാമത് പ്ലേസ് ആണ്, TXT പ്ലേസ്. ഓക്കെ, പ്ലേസ് കൊടുക്കുക. അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. അതിൻ്റെ ഹിൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഹിൻഡ് നമ്മൾ എന്താക്കുകയാണ്, പ്ലേസ് നോക്കണം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഹിൻഡ് നമുക്ക് പ്ലേസ്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത് എന്താണ്, ഇമെയിൽ ഓർ യൂസർ നെയിം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, TXT യൂസർ നെയിം അല്ലേ, യൂസർ നെയിം. അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഒഴിവാക്കുകയാണ്. ടെക്സ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കി. ഇനി ഹിൻഡ് എന്ത് ചെയ്യുക, നമുക്ക് യൂസർ നെയിം. ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പാസ്വേഡ് ഫീൽഡ് നമുക്ക് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു, TXT പാസ്വേഡ് അല്ലേ, TXT പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് നമ്മൾ കളയാണ്, ഹിൻഡ് അല്ലേ, ഹിൻഡ് നമ്മൾ കൊടുത്തു. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി ബട്ടണ് നമ്മൾ എന്ത് ചെയ്യണം, ബട്ടണ് BTN സൈനപ്പ് അല്ലേ, BTN നമ്മൾ എന്ത് ചെയ്തു, സൈനപ്പ് കൊടുത്തു. ഇത് എന്ത് ചെയ്യുക, സൈനപ്പ് തന്നെയാണ്, ടെക്സ്റ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസൈൻ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് അല്ലേ, അതിന് അഥവാ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, 4 സൈഡിലേക്ക് ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് ബൈൻഡ് ചെയ്തു, ലെഫ്റ്റ് ബൈൻഡ് ചെയ്തു, അതേപോലെ ഫസ്റ്റത്തെ കൺട്രോളിൻ്റെ റൈറ്റ് ബൈൻഡ് ചെയ്തു. പിന്നെ വിഡ്ത്ത് എന്ത് ചെയ്യുക, നമ്മൾ മാച്ച് കൺസ്ട്രെയിൻറ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇതിന് ഡിഫോൾട്ട് വന്നിട്ടുണ്ട്, അത് ഒഴിവാക്കണം. നമ്മൾ നേരെ ലെഫ്റ്റ് എന്ത് ചെയ്യുക, ഈ കൺട്രോളിലേക്ക് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യുക, റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൺട്രോളിലേക്ക് കൊടുക്കുക. പിന്നെ ടോപ്പ് എന്ത് ചെയ്യുക, നേരെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലേഔട്ട് വിഡ്ത്ത് എന്ത് ചെയ്യുക, നമ്മൾ മാച്ച് കൺസ്ട്രെയിൻഡ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക കേട്ടോ. മാച്ച് കൺസ്ട്രെയിൻഡ് കൊടുത്തു. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൺട്രോളിന് നമ്മൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ലെഫ്റ്റിൽ, ടോപ്പ് കൺട്രോളിൻ്റെ ലെഫ്റ്റിലേക്ക് കൊടുത്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ടോപ്പിലേക്ക് കൊടുത്തു. അതേപോലെ ടോപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് കൺസ്ട്രെയിൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെഫ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഈ കൺട്രോളിലേക്ക് കൊടുക്കുക. അതേപോലെ ഇത് റൈറ്റ് എടുത്തിട്ട് നേരെ ഈ കൺട്രോളിലേക്ക് കൊടുക്കുക. അതിൻ്റെ
ടോപ്പ് നമുക്ക് ആവശ്യമില്ല. ടോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തൊട്ട മുകളിലുള്ള കൺട്രോളിലേക്ക് കൊടുക്കണം കേട്ടോ. ടോപ്പ് എന്ത് ചെയ്യുക, നേരെ എടുത്തിട്ട് ഈ കൺട്രോളിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക്. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ബോട്ടം നമുക്ക് വേണ്ട, ബോട്ടം ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, ഇത് കറക്റ്റ് ആ ഒരു അലൈൻമെൻറ്റിൽ വന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അതും ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടൺ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെഫ്റ്റ് എന്ത് ചെയ്യുക, നേരെ ഈ കൺട്രോളിൻ്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കുക. അതേപോലെ റൈറ്റ് എന്ത് ചെയ്യുക, നേരെ ആ കൺട്രോളിൻ്റെ റൈറ്റിലേക്ക് കൊടുക്കുക. നേരെ എന്ത് ചെയ്യുക, ടോപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് തന്നെ വന്നോളും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ ഡിസൈൻ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈനപ്പിൻ്റെ കോഡിങ് ചെയ്യണം അല്ലേ. അപ്പോൾ 4 കൺട്രോൾ നമുക്ക് ഇതിലുണ്ട്. അതേപോലെ ഒരു സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ കോഡിങ് നമ്മൾ 4 എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കോഡ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോന്നും നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എഡിറ്റ് ടെക്സ്റ്റ്, TXT നെയിം വേണം, TXT പ്ലേസ്, TXT ഇമെയിൽ, TXT പാസ്വേഡ് അല്ലേ. അപ്പോൾ ഈ 4ഉം നമ്മൾ എന്ത് ചെയ്യുക, ആ 4 കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒബ്ജക്ട്സുകൾ ഉണ്ടാക്കി. BTN രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഏതിലേക്ക്, സൈനപ്പ് എന്ന ബട്ടണിലേക്ക് കണക്ട് ചെയ്യാൻ. അതേപോലെ നമ്മൾ കൊടുക്കുന്ന നെയിമും പ്ലേസും ഇമെയിലും, അതേപോലെ ഫോൺ നമ്പർ പാടില്ല, ഇമെയിലും യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ, പാസ്വേഡും നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള 5 വേരിയബിൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ, 1 2 3 4. നെയിം, പ്ലേസ് രണ്ടാളൊന്ന് മതി, ഇമെയിൽ ഓർ യൂസർ നെയിം കേട്ടോ. അപ്പോൾ 4 വേരിയബിളും നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫൈൻഡ് വ്യൂ ബൈ ID വെച്ചിട്ട് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണ്. ഓരോ കൺട്രോളിനും നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് വ്യൂ ബൈ ID വെച്ചിട്ട് ആക്സസ് ചെയ്യുക. ഇനി ഈ ഫൈൻഡ് വ്യൂ ബൈ IDയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മതി, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നെയിം TXT നെയിം ID മാറ്റി കൊടുക്കുകയാണ്. അതേപോലെ TXT പ്ലേസിലേക്ക് കണക്ട് ചെയ്യണത്, പ്ലേസ് എന്ന് പറഞ്ഞത്. അതേപോലെ ഇതെന്ത് ചെയ്യുക, TXT യൂസർ നെയിമാണ് നമ്മൾ കൊടുത്തത്. അതേപോലെ ഇതെന്താണ്, TXT പാസ്വേഡാണ് നമ്മൾ കൊടുത്തത്. അതേപോലെ ഇതോ BTN സൈനപ്പാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു. ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കൺട്രോളിനും നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, BTN രജിസ്റ്ററിന്റെ എന്തിൽ സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്റ്റനറിലെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ന്യൂ സ്മോൾ കൊടുക്കണേ, ന്യൂ O ക്യാപിറ്റൽ ഇട്ട ഓൺ ക്ലിക്ക് ലിസ്റ്റനർ. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ എൻ്റർ ചെയ്തു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ, ഈ ടെക്സ്റ്റ് ഫീൽഡിൽ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഒക്കെ ആദ്യം എടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ള ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത്, രജിസ്റ്റർ എന്ന് പറഞ്ഞ മെത്തേഡ്. ആ മെത്തേഡിനെ കോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ലോഗിനിൽ ചെയ്ത പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, രജിസ്ട്രേഷനിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് രജിസ്റ്റർ എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മളത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, നമുക്ക് അത് നമ്മളെ പ്രോഗ്രാമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ മെയിനായിട്ടൊന്നുമില്ല, ജസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അതിൽ നമ്മൾ നേരത്തെ ലോഗിനിൽ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രസ് ഡയലോഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെയിമിലേക്ക് എന്ത് ചെയ്തു, ആ നെയിം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിലുള്ള വാല്യൂ എടുത്തു. പ്ലേസിലേക്ക് എന്ത് ചെയ്തു, പ്ലേസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിലുള്ള വാല്യൂ എടുത്തു. ഈ TXT ഇമെയിൽ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലേക്ക്, നമ്മൾ യൂസർ നെയിം ആണ് അവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂസർ നെയിം അല്ലേ, യൂസർ നെയിം ഈക്വൽ ടു, ഓക്കെ, യൂസർ നെയിം ആണ് കൊടുത്തത്. യൂസർ നെയിം ഈക്വൽ ടു TXT ഇമെയിൽ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്, അതെടുത്തു. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യണം, സെർവറിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ സെൻഡ് ചെയ്യണം. അഥവാ API ഡോട്ട് ഗെറ്റ് ക്ലയൻറ്റ് ഡോട്ട് രജിസ്റ്റർ, അതിലേക്ക് എന്തൊക്കെ പോകണം, നെയിം, പ്ലേസ്, യൂസർ നെയിം, അതേപോലെ എന്ത് ചെയ്യുക,
പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ മെത്തേഡ് ഉണ്ട്. ഇവിടെ ഇമെയിലാണ് കൊടുത്തത്, അത് കുഴപ്പമില്ല. അവിടെ യൂസർ നെയിം ആയാലും ഇവിടെ ഇമെയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇമെയിൽ ആയിട്ടാണ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അവിടെ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്തിട്ട് ഇമെയിൽ എന്ന് പറഞ്ഞ പേര് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ഇനി അവിടുന്ന് തിരിച്ചിട്ട് റെസ്പോൺസ് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സക്സസ് ആണെങ്കിൽ, രജിസ്ട്രേഷൻ സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സക്സസിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് ആൾറെഡി ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം. കാരണം ടാസ്ക് കഴിഞ്ഞു, അതുകൊണ്ട് അതിനെ ഡിസ്മിസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ അപ്പ് റെസ്പോൺസിൽ നമുക്കൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ സക്സസ് ആണെങ്കിൽ അതിന് നമ്മൾ സക്സസ് കൊടുക്കും, അല്ലെങ്കിൽ ഫെയിൽ കൊടുക്കും. അപ്പോൾ സക്സസ് ആണെങ്കിൽ ഇതിലേക്ക് വരും എന്ത്, മെസ്സേജിന്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യുക, സക്സസ് ആണെങ്കിൽ അതൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോം പേജിലേക്ക് അഥവാ നമ്മുടെ ലോഗിൻ പേജിലേക്ക് പോകാനുള്ള ഇന്റന്റ് കൊടുത്തു. മുന്നേ നമ്മൾ ഇന്റന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് പോകാനാണ് ഇന്റന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റിന്ന് ഈ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഇന്റന്റ് യൂസ് ചെയ്തിട്ട് പോയി. ഓക്കെ, ഇനി സക്സസ് അല്ല, ഫെയിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്ട്രേഷൻ ഫെയിലിന് കൊടുക്കുക. ഇനി എന്തെങ്കിലും കേസിൽ സെർവർ മിസ്റ്റേക്കുകളോ സെർവറിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫെയിലിയർ എന്നുള്ളതിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എറർ എന്താണോ അത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രസ് ഡയലോഗ് ഡിസ്മിസ് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബട്ടൺ ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്റർ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ജസ്റ്റ് കോൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ നമുക്കുള്ളൂ. എന്തിന്, ഒരു ലോഗിൻ അതേപോലെ രജിസ്ട്രേഷനും ചെയ്യാനുള്ള ആൻഡ്രോയിഡിന്റെ പാർട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരണം, നമുക്ക് രണ്ട് സർവീസുകൾ ഇവിടെ ഉണ്ട്. ഏത്, ഒന്ന് രജിസ്ട്രേഷൻ സർവീസ്, അതേപോലെ ലോഗിൻ സർവീസ്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു പ്രൊജക്റ്റ്, വെബ് സർവീസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റും നമുക്ക് എന്ത് വേണം, നമുക്ക് സെർവറിൽ ഉണ്ടാക്കണം, വെബ്സൈറ്റിൽ. അപ്പൊ ഇനി അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാലേ നമ്മളെ ഈ പ്രൊജക്റ്റ് എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് അതും കൂടി കൊടുക്കാം. അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് അതിൽ നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ടേബിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ MySQL ഡാറ്റാബേസ് ആണ് കേട്ടോ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വെബ് സർവീസ് DB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. ഈ വെബ് സർവീസ് DB നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ആണോ, രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെബ് സർവീസ് DB എന്നാണ് നമ്മളെ ഡാറ്റാബേസിന്റെ പേര് നമ്മൾ കൊടുത്തത് കേട്ടോ. നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കാനൊന്നുമില്ല. ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി, നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുത്താൽ നമുക്കിപ്പോൾ തൽക്കാലം ജസ്റ്റ് വേറൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആപ്പ് ടെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ഗ്രാൻഡ് ഫുൾ പ്രിവിലേജ് കൊടുത്തിട്ട് ഓക്കെ അടിച്ചാൽ എന്തായി, നമ്മളെ ആപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിവിടെ നമുക്ക് ഡാറ്റാബേസ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അതിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റാബേസ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടേബിൾസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്താണ് ഈ ടേബിൾ കേട്ടോ, ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിൾ. എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് പുതിയ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് ടേബിൾ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ടേബിൾ നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ടെസ്റ്റ് എന്ന് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യുക, ഏതൊക്കെ കോളം എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നെയിം ആണെങ്കിൽ നെയിം കൊടുക്കുക. അതിൻ്റെ ടൈപ്പ് വാർക്കാർ ആണെങ്കിൽ വാർക്കാർ കൊടുക്കുക. വാർക്കാർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ കേട്ടോ. 20 കൊടുക്കുക. പ്രൈമറി കീ ആണെങ്കിൽ പ്രൈമറി കീ കൊടുക്കുക. ഓക്കെ അടിക്കുക. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം പ്ലേസും കൂടി കൊടുത്തു നോക്കുക. പ്ലേസ് കൊടുക്കുക. അതേപോലെ വാർക്കാർ, അതേപോലെ ഒരു 30 എത്രയെങ്കിലും കൊടുക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, ഇനി ഓക്കെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മളെ ഡാറ്റാബേസ് ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇതുണ്ടോ, ടെസ്റ്റ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലെ ഡാറ്റ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഡാറ്റ എടുത്താൽ മതി. വ്യൂ ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടേബിളിലെ ഡാറ്റാസ് നമുക്ക് ഇതുണ്ടോ, സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡാറ്റാസ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഇമ്രാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വളാഞ്ചേരിയാണ്. ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം MySQL. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെബ് പ്രൊജക്റ്റ് ഉണ്ടാക്കണം കേട്ടോ. വെബ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വെബ് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, വെബ് സർവീസ് ആപ്പ് അല്ലേ, ഫയലിൽ നിന്ന് എന്ത് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് എടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തൽക്കാലം ഇവിടെ ജാവ വെബ് ഉണ്ട് കേട്ടോ, ജാവ വെബ് എന്ത് ചെയ്യുക, ഇനി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെബ് സർവീസ് വെബ് സർവീസ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഫിനിഷ് ചെയ്താൽ എന്തായി, നമുക്ക് ആ പ്രൊജക്റ്റ് നമുക്ക് എന്താവും, ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ കണ്ടോ, നമുക്കൊരു ആപ്പ്, ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ, വെബ് സർവീസ് ആപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സർവീസുകൾ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഈ സർവീസ് ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, സർവീസുകളൊക്കെ നമ്മൾ ഈ മൊബൈലിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് നമ്മൾ ജേസൺ ഫോർമാറ്റിലാണ് കേട്ടോ. ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറയും. അഥവാ മൊബൈലും കമ്പ്യൂട്ടറും തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ജേസൺ ഫോർമാറ്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജേസൺ ഒബ്ജക്റ്റ് അതേപോലെ ജേസൺ അരേസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യണം, ജാർ ഫയൽ എന്ത് ചെയ്യണം, നമ്മൾ ഡൗൺലോഡ് ചെയ്യണം നെറ്റിൽ നിന്ന്. ഓക്കെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ആൾറെഡി ജാർ ഫയൽ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എന്ത് ചെയ്യാണ്, അത് നമ്മളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്, അതിൽ നമ്മളത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് പോയിട്ട് കോപ്പി ചെയ്യാൻ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിബ് ഇതുണ്ടോ, ഈ ലിബിൽ നമ്മൾ ഈ ജീസൺ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളെ പ്രോജക്റ്റ് ഉണ്ടാവും ഇതിൽ വെബ് സർവീസ് ആപ്പ്. ഇതുണ്ടോ, വെബ് സർവീസ് ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലിബ് എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യുക, നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലായിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ബീൻസ് പോയി നോക്കാം. നെറ്റ് ബീൻസ് പോയി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ലൈബ്രറീസ് ഉണ്ട്. ഇനി ആ ജാർ ഫയൽ നമുക്ക് ഇവിടെ കാണൂല കേട്ടോ. ആ ജാർ ഫയൽ കാണുന്നുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ലൈബ്രറീസ് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ജാർ കാണിച്ചു കൊടുക്കണം. നമ്മളെ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണ്ടേ ആ ജാർ ഫയൽ. അപ്പോൾ ഈ ആഡ് ജാർ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്യാണ്, ആഡ് ജാർ ക്ലിക്ക് ചെയ്യാണ് നമ്മൾ. അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെബ് സർവീസ് ആണിത്. നമ്മളെ ആപ്പ് എടുക്കുക, നെറ്റ് ബീൻസിൽ വെബ് സർവീസ് ആപ്പ് അല്ലേ. അതിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ലിബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജേസൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ആ ലൈബ്രറി നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ജേസൺ ഡാറ്റ ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൺവേർട്ട് ചെയ്യുക, ജേസണിലേക്ക് കൺവേർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ, സൈനപ്പിൻ്റെ ഒരു സർവീസ് ഉണ്ടാക്കണം, ലോഗിൻ്റെ സർവീസ് ഉണ്ടാക്കണം. അത് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ സർവീസിൻ്റെയും ഇതിൻ്റെയും സർവീസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലോഗിൻ്റെ രജിസ്ട്രേഷൻ്റെ സർവീസ് ഉണ്ടാക്കലൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, വെബ് പേജസ് എന്ത് ചെയ്യുക, അവിടുന്ന് എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ന്യൂവിൽ എന്ത് ചെയ്യുക, JSP എടുക്കുക. JSPയിലാണ് ഞാൻ ചെയ്തത്, അപ്പോൾ JSP എടുത്തു. ഓക്കെ, JSP ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, നമ്മൾ പേര് കൊടുക്കുകയാണ്, രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സർവീസ് അല്ലേ, സർവീസ്. ഓക്കെ, അത് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പേജ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ആ രജിസ്റ്റർ ചെയ്യാനുള്ള കോഡ് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സർവീസിലേക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് Ctrl+V കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ആൻഡ്രോയിഡിന് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുന്നത്, നമ്മൾ നെയിമും പ്ലേസും ഇമെയിലും പാസ്വേഡും സെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് എടുത്താൽ നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക്. എവിടെ ഈ രജിസ്ട്രേഷൻ സർവീസിൽ എന്താ പോകുന്നത്, നെയിം, പ്ലേസ്, ഇമെയിൽ, പാസ്വേഡ്. ഇതുണ്ടോ, അവിടുന്ന് നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ആ ഡാറ്റനെ നമ്മൾ ഇവിടെ റിസീവ് ചെയ്യാണ്. റിസീവ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട് കേട്ടോ. request.get പാരാമീറ്റർ ഓഫ് ആ വേരിയബിളിന്റെ പേര് കൊടുത്താൽ നമുക്ക് അവിടുന്ന് പാസ് ചെയ്യുന്ന ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, നെയിമിലേക്ക് ആ വാല്യൂ, നെയിമിന്റെ വാല്യൂ വരും, പ്ലേസിലേക്ക് പ്ലേസിന്റെ വാല്യൂ വരും, ഇമെയിലിലേക്ക് ഇമെയിലിന്റെ വാല്യൂ വരും, പാസ്വേഡിലേക്ക് പാസ്വേഡിന്റെ വാല്യൂ വരും. ഇനി നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ജാവ കോഡാണ്. നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ജാവയിൽ നമ്മൾ മെയിനായിട്ട് MySQL ഡാറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ MySQLന്റെ ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ജാവ ഈ MySQL നമ്മൾ ജാവയിൽ നിന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ com.mysql.jdbc.driver എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലൈബ്രറീസ് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ലൈബ്രറി. അത് നമ്മൾ എന്തിനാണ്, MySQL ഡാറ്റാബേസിനിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലൈബ്രറി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇവിടെ സെർച്ച് ചെയ്താൽ മതി MySQL. ഇതുണ്ടോ, MySQL JDBC ഡ്രൈവർ. അത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ലൈബ്രറി. ഓക്കെ,
അത് നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. മനസ്സിലായില്ല? അപ്പൊ അതാണ് അത്രേ ഉള്ളൂ അതിൽ വരാനുള്ളത്. ഓക്കെ, ഇനി നമ്മളൊന്നുമില്ല, ഇനി ജസ്റ്റ് ഇത് സർവീസ് ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഡോട്ട് ഫോർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ലോഡ് ചെയ്യാനുള്ള ജാവയിലുള്ള ക്ലാസ് ആണ്. MySQL കണക്ട് ചെയ്യാനുള്ള ഡ്രൈവർ നമ്മൾ ലോഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, കണക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ജാവയില്. ആ കണക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിനായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കണക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുക. അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് CON ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ ഓഫ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ഡാറ്റാബേസിനിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് സർവീസസ് എന്ന് നമ്മുടെ ഡാറ്റാബേസ് ഏതാ, വെബ് സർവീസ് DB അല്ലെ. വെബ് സർവീസ് DB ആണ് നമ്മുടെ ഡാറ്റാബേസ്. അപ്പൊ ഇവിടെ കണ്ടോ, ഇതിന്റെ ഈ ഒരു URL റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുക കേട്ടോ. പ്രോപ്പർട്ടീസ് എടുത്താൽ നമുക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത്, നമുക്ക് ഡാറ്റാബേസ് URL ഉണ്ടാവും. ഇതുണ്ടോ, ഈ ഡാറ്റാബേസ് URL നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഈ പാർട്ടിൽ കൊടുക്കുക, ഈ പാർട്ടിൽ അഥവാ ഫസ്റ്റ് പാർട്ടിൽ. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ വരേണ്ടതെന്ന് പറഞ്ഞാൽ യൂസർ നെയിം ഉണ്ട്, അതേപോലെ പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ യൂസർ നെയിമും പാസ്വേഡും അതേപോലെ ഡാറ്റാബേസിന്റെ URL നമ്മൾ കൊടുത്തു. അപ്പൊ ഈ കണക്ഷൻ ക്ലാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഡാറ്റാബേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ഇൻറ്റു ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇൻസേർട്ട് ഇൻറ്റു രജിസ്ട്രേഷൻ ഈ ടേബിളിലേക്ക് അല്ല, ഇൻസേർട്ട് ഇൻറ്റു കൊറിയാണത് MySQL ഉള്ള. ഇൻസേർട്ട് ഇൻറ്റു രജിസ്ട്രേഷൻ ഏതൊക്കെ കോളം, നെയിം ഉണ്ട്, പ്ലേസ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, അതേപോലെ പാസ്വേഡ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുക, വാല്യൂസ് അല്ലെ. വാല്യൂസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏത് വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്, ഇവിടെ നെയിം ഉണ്ട്, അതേപോലെ പ്ലേസ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, അതേപോലെ പാസ്വേഡ് ഉണ്ട്, അതും നമ്മൾ കൊടുത്തു. ഇത്രയും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസിലേക്ക് ഒരു ടേബിളിലേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, കൊറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ കൊറിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ കൊറീസിനെ, SQL കൊറീസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ജാവയിലുള്ള ക്ലാസ് ആണ് എന്ത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു SQL എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ stmt ഈക്വൽ ടു con ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്, അഥവാ നമ്മളിപ്പോ കണക്ട് ചെയ്തിട്ടുള്ള ആ കണക്ഷൻ ഒബ്ജക്റ്റിന് എന്ത് ചെയ്തു, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ക്ലാസ്, ഒരു സ്റ്റേറ്റ്മെന്റ് മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഈ SMT യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് SQL queries എക്സിക്യൂട്ട് ചെയ്യുക. SMT ഡോട്ട് എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഓഫ് എന്ത്, SQL എന്ന് പറഞ്ഞാൽ ഈ ക്വറി അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ക്വറി അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ടേബിളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത വാല്യൂ അവിടുന്ന് ആൻഡ്രോയിഡിന് സെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ ഡാറ്റാബേസിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, റിസൾട്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ അവിടുന്ന് സെൻഡ് ചെയ്തിട്ടുള്ളത് ഇമ്രാന് വളാഞ്ചേരി, ഇമെയിൽ ഇതാണ് കൊടുത്തത്, പാസ്വേഡ് ഇതാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഡാറ്റാബേസിൽ കേട്ടോ. അപ്പൊ അത് മുന്നേ നമ്മൾ കൊടുത്തതാണ്, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഇനി എന്ത് ചെയ്യണം, ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ നമുക്ക് ഈ എക്സിക്യൂട്ട് അപ്ഡേറ്റ് വെച്ചിട്ട് ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഈ ഇൻസേർഷൻ സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ വെന്നിൽ എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ 0 വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു സക്സസ് മൊബൈലിലേക്കാണ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫെയിൽഡും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള ഫോർമാറ്റ് ആണ് എന്ത്, JSON ഒബ്ജക്റ്റ് അല്ലെ. നമ്മൾ പറഞ്ഞു JSON ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ JSON ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂ JSON ഒബ്ജക്റ്റ് അത് കൊടുക്കുക. പിന്നെ ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ job ഡോട്ട് ആഡ് പ്രോപ്പർട്ടി ഓഫ് എന്ത്, നമ്മളവിടെ MSG കൊടുത്തു. അപ്പൊ MSG പേര് കൊടുത്തു, എന്നിട്ട് അതിൽ വാല്യൂ എന്ത് കൊടുത്തു, സക്സസ് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ MSGന്റെ വാല്യൂ എന്ത് ചെയ്തു, ഫെയിൽഡ് കൊടുത്തു. ഇത്രയാണ് എന്ത്, രജിസ്ട്രേഷന്റെ എന്ത് സർവീസ്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ലോഗിനും കൂടി ഇല്ലേ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, JSP എടുക്കുക, എന്ത് ചെയ്യുക, ലോഗിൻ സർവീസ് അല്ലെ, അത്രയല്ലേ ഉള്ളൂ, ലോഗിൻ സർവീസ്. ഓക്കെ, അത് കൊടുത്തു. ഇനി ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ലോഗിൻ സർവീസിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യാണ്, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്തു, കൺട്രോൾ V. ഓക്കെ, ഇനി നമ്മളൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്തു,
നമ്മൾ അവിടുന്ന് മൊബൈലിൽ നമ്മൾ നേരത്തെ രജിസ്ട്രേഷനിൽ ചെയ്ത പോലെ തന്നെ ഇമെയിലും പാസ്വേഡാണ് അവിടുന്ന് പാസ് ചെയ്യുന്നത്, അത് രണ്ടും എടുത്തു അല്ലേ. പിന്നെ നമ്മൾ ഡ്രൈവർ ലോഡ് ചെയ്ത് കൊടുത്തു, കണക്ഷൻ നമ്മൾ ആ ഡാറ്റാബേസിലേക്ക് കൊടുത്തു, സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതൊക്കെ ഓക്കെയാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആകെ വ്യത്യാസം എന്താ ഉള്ളത്, സെലക്ട് ആണ് അല്ലെ. ലോഗിന്റെ കൺസെപ്റ്റ് എന്താ, സെലക്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡും അവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ആ ഇമെയിലും പാസ്വേഡും ഉള്ള ഒരാള് നമ്മളെ ഈ ടേബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെ കൊടുക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്ട്രേഷൻ വേർ ഇമെയിൽ ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഇമെയില് അഥവാ ഈ ഇമെയില്, അതേപോലെ ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു ഈ നമ്മൾ കൊടുത്ത പാസ്വേഡ് അല്ലെ. അപ്പൊ ഇവിടെ കണ്ടോ സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. കാരണം ഈ ഡബിൾ കോട്ട് പ്ലസ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇമെയിൽ തന്നെ വേരിയബിളിലെ വാല്യൂ കിട്ടാനാണ്. പിന്നെ എക്സ്ട്രാ ഒരു സിംഗിൾ കോട്ടും കൂടി കൊടുക്കുക, ഇത് സ്ട്രിങ് ആയതുകൊണ്ട് കേട്ടോ. അതേപോലെ പാസ്വേഡ് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, സ്ട്രിങ് വാല്യൂസ്. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡ് എന്താ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഈ ഇമെയിലും പാസ്വേഡും ആയിട്ടുള്ള ഒരാള് നമ്മുടെ ടേബിൾ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വാല്യൂസ് റിട്ടേൺ ചെയ്യും. അഥവാ അങ്ങനെ നമുക്ക് ഒരു ആ വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരാളെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ അയാളെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ടേബിൾ ഫോർമാറ്റിലാണ് കിട്ടുക. അപ്പൊ ആ വരുന്ന ടേബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാന് ജാവയിൽ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് എന്ത്, റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ. അപ്പൊ ഈ റിസൾട്ട് സെറ്റിന്റെ ഒരു ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോർ ചെയ്യുക stmt.execute അപ്ഡേറ്റ് അല്ല, നമ്മൾ മുന്നേ എക്സിക്യൂട്ട് അപ്ഡേറ്റ് പറഞ്ഞ ഇവിടെ എക്സിക്യൂട്ട് കൊറി അല്ലെ. സെലക്ഷൻ ഓപ്പറേഷൻ ചെയ്യാൻ എക്സിക്യൂട്ട് കൊറിയാണ് യൂസ് ചെയ്യുക. ഓഫ് എന്ത്, നമ്മൾ ഈ കൊറി അഥവാ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൊറിയാണ് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇത്രയും കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിലൊരു ഡാറ്റ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരാൾ ആ ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, ഈ ആർ സെറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പൊ ഈ നെക്സ്റ്റ് മെത്തേഡ് എന്ത് ചെയ്യും, അതിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അല്ല അങ്ങനത്തെ ഒരാൾ ടേബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് മെത്തേഡ് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താൽ പോരെ, എന്ത്, നമുക്ക് ഈഫ് എന്ത് ആർ സെറ്റ് ഡോട്ട് നെക്സ്റ്റ് അല്ലെ, ആർ സെറ്റ് ഡോട്ട് നെക്സ്റ്റ് ആണെങ്കിൽ അഥവാ ട്രൂ ഈക്വൽ ടു ട്രൂ ഒന്നും കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്താൽ തന്നെ മതി. ഈഫ് ആർ സെറ്റ് ഡോട്ട് നെക്സ്റ്റ്, അതിന്റെ മീനിങ് അത് ട്രൂ എന്നാണ് കേട്ടോ. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിലേക്ക് കയറും. ഇതിലേക്ക് നമ്മൾ കയറുമ്പോൾ എന്ത് ചെയ്യണം, ജേസൺ ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ job ഡോട്ട് ആഡ് പ്രോപ്പർട്ടി ഓഫ് mst, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ സക്സസ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഫെയില് അല്ലെ. ഇനി നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ട് അല്ലെ. ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഇനി സെൻഡ് ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് റൈറ്റർ ഡോട്ട് റൈറ്റ് ഓഫ് എന്ത് obj ഡോട്ട് ടു സ്ട്രിങ്, അഥവാ ഈ ഒബ്ജക്റ്റിനെ നേരെ നമ്മൾ ആണ്ട് മൊബൈലിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇത് രണ്ടും ഇങ്ങനെ തന്നെ കൊടുക്കട്ടെ. ജേസൺ ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് കൊടുത്തത്. ഇനി ക്യാരക്ടർ എൻകോഡിങ് അഥവാ നമ്മൾ ഹിന്ദി മലയാളം അങ്ങനത്തെ ഡാറ്റ ഒക്കെ കിട്ടാനാണ് ആ UTF-8 കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ രജിസ്ട്രേഷൻ സർവീസിലും കൂടി ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പറയാൻ വിട്ടതാണ്, അത് നമ്മൾ കൊടുക്കണം. രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ രജിസ്ട്രേഷൻ സർവീസിൽ ആഡ് ചെയ്തു. എന്ത്, അതന്നെ JOB സെയിം ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത്രയും കൊടുത്തു. ഇപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത്, സർവീസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്ത് ചെയ്യാ, ഇനി നമുക്ക് ഇത്രയാണ് നമ്മളെ പ്രൊജക്റ്റ് ഉള്ളൂ, പ്രൊജക്റ്റ് ആപ്പ് ഇത്രയാണുള്ളത്. ഇനി മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവിടുന്ന് ഈ മൊബൈലിലെ ആപ്പ് റണ്ണ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സെർവർ എന്ത് ചെയ്യണം, നമ്മളെ സെർവർ റൺ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റണ്ണ് നമ്മൾ ചെയ്യുക, റണ്ണ് ഇത് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ നമ്മളെ പ്രൊജക്റ്റ്, നമ്മളെ വെബ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റും. ഇവിടുന്ന് എന്ത് ചെയ്യുക, വിൻഡോയില് ഔട്ട്പുട്ട് എടുത്താൽ മതി കേട്ടോ. ഔട്ട്പുട്ട് വിൻഡോ ഉണ്ടോ, ഇവിടെ നമുക്ക് ലോഡ് ചെയ്യുന്നുണ്ടാവും, ഇതുണ്ടോ, വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് നോക്കാം. വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ഫിഷ് സെർവർ, ഗ്ലാസ് ഫിഷ് എന്ന് പറഞ്ഞാൽ സെർവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് അല്ലേ. അപ്പൊ ആ വെബ്സൈറ്റ് റൺ ചെയ്യാൻ നമുക്കൊരു സെർവർ വേണം അല്ലെ. അപ്പൊ ജാവന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെർവർ ആണ് എന്ത്, ഗ്ലാസ് ഫിഷ് കേട്ടോ. ഗ്ലാസ് ഫിഷ് 4 ഉണ്ട്, 4.1 അങ്ങനെ പല വേർഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തത് 4 ആണ്. ഓക്കെ. അപ്പൊ അതിന് NetBeans ID നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട്
നമ്മൾ വരുന്ന സെർവറാണ് ഗ്ലാസ് ഫിഷ് സെർവർ. അതേപോലെ ടോം കാറ്റ് സെർവർ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള സെർവർ നമുക്ക് ചൂസ് ചെയ്യാം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. നമ്മൾ നമ്മളെ പ്രൊജക്റ്റിന് യൂസ് ചെയ്തത് ഗ്ലാസ് ഫിഷ് സെർവർ ആണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഗ്ലാസ് ഫിഷ് സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെർവർ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, മൊബൈൽ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ സെർവർ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ റണ്ണ് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് കളറിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കളറിംഗ് ഒക്കെ അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പേജിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് സക്സസ് വന്നാണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ലോഗിൻ പേജിലേക്ക് നമ്മളെ ആപ്പ് പോകും. ഓക്കെ, ലോഗിൻ പേജിലേക്ക് പോകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്ത ഇൻഫോ നമ്മൾ അവിടുത്തെ ഇത് കൊടുക്കുക, info@arion.infotech.com. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പാസ്വേഡ് 1234 അടിച്ചിട്ട് നമ്മൾ ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ലോഗിൻ സക്സസ് ആണെങ്കിൽ നമ്മളെ ഹോം പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ രജിസ്ട്രേഷനും ലോഗിനും ചെയ്യാനുള്ള എക്സാമ്പിൾ. കുറച്ച് കൂടുതൽ ഇതിൽ ചെയ്യാനുണ്ട്, കാരണം വെബ് സർവീസും അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷനും വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എന്തായാലും ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ്.